സ്കൈപ്പിന്റെ ഉടമസ്ഥാവകാശം സ്വന്തമാക്കിയ സോഫ്റ്റ്വെയർ ഭീമൻ മൈക്രോസോഫ്റ്റിന്റെ അഭ്യർത്ഥന മാനിച്ചാണ് വിലക്ക് പിൻവലിക്കാൻ നീക്കം നടക്കുന്നത്. ഇക്കാര്യം ഒമാനിലെ മൈക്രോസോഫ്റ്റ് അധികൃതർ സ്ഥിരീകരിച്ചു. സ്കൈപ്പ് തുറന്നു കൊടുക്കുന്നതിൽ വിരോധമില്ലെന്ന് രാജ്യത്തെ ടെലികോം കമ്പനികളെ അറിയിച്ചതായി ടെലികോം റെഗുലേറ്ററി അതോറിറ്റിയും വ്യക്തമാക്കി. ഇപ്പോൾ ഭാഗികമായാണ് സ്കൈപ്പ് സേവനങ്ങൾ ലഭിക്കുന്നത്. സ്കൈപ്പ് ഇപ്പോൾ ലോഗിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്, പക്ഷേ എൻ്റെ ഫീച്ചേഴ്സ് ഒന്നും അവൈലബിൾ അല്ല. ചാറ്റിംഗ് മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ. മുഴുവൻ സേവനങ്ങളും ലഭിക്കണമെങ്കിൽ സ്കൈപ്പ് ഒമാനിൽ ചില ലൈസൻസ് നടപടികൾ പൂർത്തിയാക്കണമെന്നാണ് ടെലികോം കമ്പനികൾ പറയുന്നത്. വോയിസ് ഇന്റർനെറ്റ് പ്രോട്ടോകോൾ അഥവാ വോയിപ്പ് ആധാരമാക്കി പ്രവർത്തിക്കുന്ന മുഴുവൻ ആശയവിനിമയ സംവിധാനങ്ങൾക്കും ഒമാനിൽ നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. ഒമാനിലെ ടെലികോം കമ്പനികൾക്ക് മാത്രമേ ഈ സേവനം നൽകാവൂ എന്നാണ് നിയമം. ഗൂഗിൾ ടോക്ക് ഉൾപ്പെടെയുള്ള വോയിസ് ചാറ്റിംഗ് സംവിധാനങ്ങൾ 2 വർഷം മുമ്പ് വരെ രാജ്യത്ത് തടഞ്ഞിരുന്നു. ചെറുകിട സ്ഥാപനങ്ങളുടെ നിരന്തര അഭ്യർത്ഥന മാനിച്ചാണ് പിന്നീട് ഗൂഗിൾ ടോക്കിൽ ശബ്ദ സംവിധാനം അധികൃതർ തുറന്നുകൊടുത്തത്. അപ്പോഴും സ്കൈപ്പിന് വിലക്ക് തുടർന്നു. സ്കൈപ്പ് അക്കൗണ്ട് ഉള്ളവർക്ക് അടുത്ത കാലം വരെ ലോഗിൻ ചെയ്യാൻ പോലും കഴിയുമായിരുന്നില്ല. നിലവിൽ അക്കൗണ്ട് ഉള്ളവർക്ക് ഇപ്പോൾ വീഡിയോ ചാറ്റിങ്ങിന് കഴിയുന്നുണ്ട്. എന്നാൽ പുതിയ അക്കൗണ്ട് തുറക്കാനുള്ള സംവിധാനത്തിന് ഇപ്പോഴും വിലക്കുണ്ട്. ഷിനോഷ് ഷംസുദ്ദീൻ, മീഡിയ 1, മസ്കത്ത്.